പക്ഷെ ക്ഷേത്രം ഇന്ന് കാണുന്ന ക്ഷേത്ര പ്രവേശനം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വിളംബരത്തിൻ്റെയും ആ ഒരു പ്രഖ്യാപനത്തിൻ്റെയും ആ ഒരു അനുമതിയുടെയും പുറകിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ചാലകശക്തി, ഏറ്റവും വലിയ പോരാളിയായിരുന്നു മന്നത്താചാര്യൻ. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലും എല്ലാവർക്കും കയറാൻ കഴിയണം. നമ്മുടെ അടുത്ത് ശിവന്റെ അമ്പലമുണ്ട്, ഇവിടെ ഒരു ശിവന്റെ അമ്പലമുണ്ട്. 2 അമ്പലങ്ങളാണ്, കടുമംഗലം ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും കയറാനുള്ള അവസരമുണ്ടാക്കാൻ പോരാടിയ മന്നത്താചാര്യൻ. ആ മന്നത്താചാര്യൻ്റെ സമാധി ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൽ കയറാനുള്ള സമയവും കാര്യങ്ങളും പ്രഖ്യാപിക്കുമ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് നട തുറക്കും, 11:30 മണിക്ക് അടയ്ക്കും, വൈകിട്ട് 5 മണിക്ക് നട തുറക്കും, രാത്രി 7:30 8:30 അടയ്ക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും. ആ സമയത്തുള്ള അത് അടച്ചിട്ടേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് തുറക്കാൻ പറയാൻ പറ്റും, അത് പറ്റത്തില്ല. എന്നാൽ ക്രിസ്തീയ ദേവാലയങ്ങളെങ്ങനെയാണ്? ഏത് സമയത്ത് വന്നാലും ദേവാലയം പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കണമെന്നാണ്. പല ക്രിസ്തീയ ദേവാലയങ്ങളും തുറന്നിട്ടിരിക്കുക, അടയ്ക്കാറില്ല. കാരണം അവരുടെ ആചാരം അങ്ങനെയാണ്. മുസ്ലിം ദേവാലയങ്ങളും അങ്ങനെയാണ്, തുറന്നു വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ വരേണ്ട സമയങ്ങളിൽ അറിയിക്കും, അപ്പോഴും ഒന്ന് നിസ്കരിക്കാം, അല്ലാതെ എപ്പോഴും കയറി ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് പാലിച്ചുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും, മന്നത്താചാര്യൻ ദൈവതുല്യനല്ല, ദൈവമാണ് നായരെ സംബന്ധിച്ച്. ആ ദൈവത്തെ കാണുവാൻ, ആ ദൈവത്തെ ആരാധിക്കാൻ, ആ ദൈവത്തിൻ്റെ സമാധിയിലെത്താൻ എല്ലാവരും കഴിയണം. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയിൽ നമുക്ക് എപ്പോഴെങ്കിലും പ്രവേശിക്കാം, അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം. അവിടുത്തെ ആചാരം അനുസരിച്ച് എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരു സമാധിയിലെത്താം, പ്രാർത്ഥിക്കാം, പുഷ്പാർച്ചനകൾ അർപ്പിക്കാം. അത് ഗുരുദേവൻ ദൈവമാണ്. ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം, കലിയുഗത്തിലെ കാര്യമാണ് പറയുന്നത്. മാതാവും പിതാവും ഗുരുവും ദൈവമാണ് എന്ന് മന്നത്താചാര്യൻ നായർ സമുദായത്തിൻ്റെ ദൈവമാണ്, ഗുരുവാണ്. ഗുരു ഈസ് ഈക്വൽ ടു ദൈവമാണ്. മാതാവും പിതാവും ഗുരുവും ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കലിയുഗത്തിൽ ഗുരുവിനെ മാത്രമേ കാണാൻ പറ്റൂ. സത്യമുള്ളവർ, നേരുള്ളവർ, സൗമ്യതയുള്ളവർ, സ്നേഹമുള്ളവർ. മഹാത്മാഗാന്ധി ശരിക്കും ഇന്ത്യക്കാരനെ സംബന്ധിച്ച് രാഷ്ട്രപിതാവല്ല, ദൈവമാണ്. നമുക്ക് വലിയ ഒരു മാതൃക കാണിച്ച ദൈവമാണ്. നമ്മളെ നല്ല വഴിക്ക് നയിക്കാൻ, സമാധാനത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ പഠിപ്പിച്ച, സമാധാനത്തിൻ്റെ, സഹനത്തിൻ്റെ സമരങ്ങൾ പഠിപ്പിച്ച മഹാത്മാഗാന്ധി മന്നത്താചാര്യനെ പോലെ ദൈവതുല്യനായി കാണുന്ന ആളാണ്. ആ ദൈവത്തെ മഹാത്മാഗാന്ധിയുടെ രാജ്ഘട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൂട്ടിവയ്ക്കാൻ പറ്റും? തുറന്നു വയ്ക്കണം. കൃത്യമായ സമയക്രമങ്ങളുണ്ട്. അവിടെ പോയി ഉഷാരാല നടത്താൻ, പ്രാർത്ഥിക്കാനും ഇന്ത്യയിലെ എല്ലാ പൗരനും, വിദേശ പൗരന്മാർക്കും അവകാശവും അധികാരവും ഉണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ പൊതുസ്വത്താണ്, അത് മനസ്സിലാക്കണം. ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ സമാധി മണ്ഡപം സോണിയാഗാന്ധി പൂട്ടിയിട്ടാൽ പറ്റുമോ? പറ്റുന്നില്ല, തുറന്നു വെച്ചിരിക്കുക. അവിടെ ഇന്ദിരാഗാന്ധി ആരാധിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ അവിടെ പോയി ആ സമാധി മണ്ഡപത്തിൽ ആദരവ് അർപ്പിക്കാൻ അവസരമുണ്ട്. എന്ന് പറയുന്ന പോലെ മന്നത്താചാര്യൻ ഇന്ത്യയുടെ സ്വത്താണ്, കേരളത്തിൻ്റെ സ്വത്താണ്. ഭാരതത്തിലെയും ലോകത്തെവിടെയും നായർ സമുദായത്തിൽപ്പെട്ടവർ, കേരളത്തിലെ നായർ, ഡൽഹിയിലെ നായർ, പശ്ചിമ ബംഗാളിലെ നായർ എന്നൊന്നുമില്ല. എല്ലാ നായർക്കും ദൈവതുല്യൻ തന്നെയാണ് മന്നത്താചാര്യൻ. ആചാര്യൻ മാത്രമേ ആചാര്യന് തുല്യമുള്ളൂ. ആചാര്യൻ തന്നെയാണ്. അത് ദൈവതുല്യനായ മന്നത്താചാര്യൻ ഭാരതകേസരി, ഭാരതത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം, ഭാരതത്തിലെ സിംഹമാണ് അദ്ദേഹം. ഭാരതത്തിലെ ജനങ്ങൾ രാജകീയമായി കണ്ടിരുന്ന രാജപ്രൗഢിയുള്ള മന്നത്ത് പത്മനാഭനാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. ആ ദൈവത്തിനെ ആരാധിക്കാം, ആ ദൈവത്തിനെ ആരാധിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു പഠിക്കണം. ഈ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ ആദ്യം പഠിക്കണം, ആരാണ് മന്നത്താചാര്യൻ, അദ്ദേഹം എന്തെല്ലാം വിഭാവനം ചെയ്തു, അദ്ദേഹം എങ്ങനെ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു, അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥകൾ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കണം. ചട്ടമ്പി സ്വാമിയുടെ കാര്യങ്ങൾ പഠിപ്പിക്കണം. ചട്ടമ്പി സ്വാമി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. ഒരു ആത്മീയ പഠന ക്ലാസ്സിൽ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് വിവേകാനന്ദനെ പഠിപ്പിക്കണം.